7-ാം വാർഡ് കൗൺസിലർ ഗോപിനാഥാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നലെ ഉൾപ്പെടെ താങ്കൾ പ്രതികരിച്ച ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് നഗരസഭ പ്രധാനമായും പറയുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും ഈ അനർഹരെ കണ്ടെത്താനുള്ള കാര്യത്തിലേക്കും നടപടികളിലേക്കൊക്കെ കടന്നോ? നടക്കണ്ട വിജിലൻസ് അന്വേഷണം രൂപപ്പെടുത്തിയല്ലേ. അപ്പോൾ എല്ലാ വാർഡിലും സാധാരണ എനിക്ക് ഏകദേശം ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ വാർഡിലും 2000 സ്ക്വയർ മീറ്ററിൻ്റെ മുകളിലും AC ഉള്ള വീടുകളിലും വിജിലൻസ് അന്വേഷണത്തിന് എൻക്വയറിക്ക് ഉത്തരവിടണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അങ്ങനെ ഉണ്ട് ചെന്നൈയിൽ. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഈ BMW കാർ അല്ലെങ്കിൽ AC താങ്കളുടെ അറിവിൽ അത്തരത്തിലുള്ള ആളുകൾ പെൻഷൻ പറ്റുന്നുണ്ടോ? സാധാരണ നിലയ്ക്ക് നമ്മുടെ വിജിലൻസിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ 61 പേരുടെ ലിസ്റ്റുകൾ വന്നിരുന്നു. അവിടെ വാർഡ് തലത്തിലുണ്ടായിരുന്നു. 2021 വന്നിരുന്നു. ആ 21 പ്രകാരം അവർ വീട് അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് 99% എൻ്റെ ഊഹം. അവിടെ കൊടുത്തിട്ടുണ്ടാവും 2021 കാലഘട്ടത്തിൽ, 2021-22 കാലഘട്ടത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ 4-5 ആൾക്കാരത് 3-4 ആൾക്കാരത്ത് 2000 സ്ക്വയർ മീറ്ററിൽ അപ്പുറം ഉണ്ടായിരുന്നുള്ളൂ. അവർ സ്വതമേ ഒരാൾ മരിച്ചു, ഒരാൾ സ്വയം ഒഴിവാക്കി, പിന്നെ ഒരാൾ പെൻഷൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്നെ സ്വയം ഇതിന്ന് പെൻഷൻ്റെ പിന്മാറാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള ചോദ്യം. അതല്ലേ ഈ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ. അതിൽ ഒരു കാര്യങ്ങളും താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടല്ലോ, നഗരസഭയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ്? ഇതിൻ്റെ മുന്നേ സ്ക്വയർ മീറ്ററിൻ്റെ കാര്യമല്ലേ പറയണേ. അർഹതപ്പെട്ട സർക്കാരിൻ്റെ മാനദണ്ഡത്തിൽ 2000 മീറ്റർ മാത്രമല്ല, ഇത്തരത്തിൽ ഉയർന്ന റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഇത്തരത്തിൽ ഈ പെൻഷൻ വാങ്ങുന്ന BMW കാർ ഉൾപ്പെടെയുള്ളവർ, ഈ സാമ്പത്തിക ശേഷിയുള്ളവർ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട റിപ്പോർട്ട്. സാധാരണ നിലയ്ക്ക് 2000 ഞാൻ പറയുന്നത് 2000 സ്ക്വയർ മീറ്റർ താഴെ കാറില്ലാത്ത വീടുകൾ, 1 ഏക്കർ ഭൂമി ഇല്ലാത്ത വീടുകൾ, വരുമാന പരിധി 1 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് പെൻഷൻ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ശേഷം നമ്മൾ പെൻഷൻ കൊടുത്തതിന് ശേഷം അസെഷൻ വർക്ക് നടന്നിട്ടുണ്ടായിരിക്കാം, കാറ് വാങ്ങിയിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു കാര്യം ഒരു കാറിൻ്റെ കാര്യം പറഞ്ഞത്, അദ്ദേഹം രവീന്ദ്രനാഥേറ്റിയാണ് അയാളുടെ പേര്. അതിൻ്റെ ശേഷം അവരുടെ മകൻ കാറ് വാങ്ങിയിട്ടുണ്ടാവും. മകൻ കല്യാണം കഴിച്ചിട്ട് വേറെ സ്ഥലത്താണ്. ആ സ്ഥലത്ത് ആ വലിയ കാറ് വാങ്ങിയത് മകൻ എറണാകുളത്തും ചെന്നൈയിലും ബാംഗ്ലൂരായിട്ട് ബിസിനസ്സായിട്ട് നടക്കുന്ന വ്യക്തിയാണ്. അവർ കാറ് വാങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് പോയൊരു വ്യക്തിയാണത്. ഈ 38 പേരുടെയും ലിസ്റ്റ് ഇപ്പോൾ പേരല്ലാതെ അത് തെറ്റായിട്ടാണ്. അതിൽ ശരിയായ റിപ്പോർട്ട് ഇപ്പോൾ നഗരസഭയിൽ നിന്ന് കിട്ടും. 61 പേരായിരുന്നു. അതിൽ 61 പേരുടെ വെരിഫിക്കേഷൻ നടത്തിയ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 2021 റിപ്പോർട്ടാണ്. ഇന്നലെ വന്ന ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 38 പേരാണല്ലോ. ഇന്നലെ ധനകാര്യ കമ്മീഷൻ്റെ വന്നിട്ടുള്ള റിപ്പോർട്ട് അതെനിക്കറിയില്ല. ഇന്നലെ അതിൻ്റെ മുന്നേ ഉള്ള റിപ്പോർട്ടാണ്. അത് ചെയ്തുകൊണ്ട് ആ ലിസ്റ്റാണ് അവരെടുത്തിട്ടുള്ളത്. ആ ലിസ്റ്റാണ് ഇന്നലെ പ്രചരണത്തിലുണ്ടായിരുന്നത്. അതിൽ 61 പേരായിരുന്നു. ഈ ആളുകളെ തിരിച്ചറിഞ്ഞോ എന്നുള്ളതാണ് നമ്മളെ വാർഡിൽ നിന്നാണ്. ഞാൻ വരുന്നതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ വരുന്നതിൻ്റെ മുന്നെയാണ് ആ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുണ്ടാവുക. കാരണം ഞാൻ ആ സമയത്ത് ആ വാർഡിലത്തെ കൗൺസിലർ അല്ല. 2014 മുതൽക്കുള്ള 12 മുതൽക്കുള്ള പെൻഷൻ ഉണ്ടായിരുന്നു. 12 മുതൽക്ക് 20 വരെയുള്ള പെൻഷനുകൾ ആ ലിസ്റ്റിലുണ്ട്. എന്തായാലും നഗരസഭയുടെ വിശദീകരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ 38 പേരെ തിരിച്ചറിഞ്ഞോ, മറ്റ് നടപടികളിലേക്ക് കടന്നോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു വ്യക്തത നമ്മൾ ഈ വരും മണിക്കൂറിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്.